guys, welcome back to the YouTube channel Mentally Stubby. Okay. ഒന്നുകൂടി എടുക്കണോ? നീ ഇതിൽ തന്നെ പറഞ്ഞോ. ഒരുമിച്ച് ഒരേ ടോണിൽ വരുന്നേ. നീ ഏത് ടോണിൽ പറയാമോ? മെന്റലി സ്റ്റബി ആ ഒരു ഇതിൽ പറഞ്ഞാൽ മതി. കുറച്ച് കോമഡിയാ എന്തിനാ ഇതൊക്കെ റെക്കോർഡിങ്ങള് നന്നായി കട്ട് ചെയ്യാല്ലേ കുട്ടിയെ അതുകൊണ്ട് അരങ്ങളില്ല. ബാ തുടങ്ങിയോ. Hello guys, welcome back to the YouTube channel Mentally Stubby. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് കുറെ പേര് ഇപ്പോ നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടാ ഈ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു എക്സിനെ മറക്കാൻ എന്താ വഴി, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ബ്രേക്കപ്പിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ബ്രേക്കപ്പിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്താണ് ബ്രേക്കപ്പ് എന്നുള്ളത്. അതെ അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് വരുന്ന ആളുകള് ഇപ്പൊ ഫുള്ള് ബ്രേക്കപ്പ് ഉള്ളൂ, തൊട്ടനും പിടിച്ചതിനും ബ്രേക്കപ്പ് ആണ്. കാരണം ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന് ഒരു കണ്ടിന്യൂറ്റി ഇല്ല, പെട്ടെന്ന് ബ്രേക്ക് ആവും. കാരണം ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പൊ ബ്രേക്കപ്പ് എന്ന് പറയുന്ന സംഭവം കേൾക്കണത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി വരുന്ന ബോയ്സിനോടായാലും ഗേൾസിനോടായാലും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓവർകം ചെയ്യാനായിട്ട് ഒറ്റൊരു സൊല്യൂഷൻ ഉള്ളൂ, എന്താണ്? മാക്സിമം ബിസി ആവാം. ഇപ്പൊ എല്ലാവർക്കും എപ്പോഴും ബിസി ആവാൻ പറ്റണം എന്നില്ല. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവില്ല ബിസി ആവാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മുടെ ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കണതാണെങ്കിൽ അങ്ങനെ ബിസി ആവാൻ നോക്കാം. പക്ഷെ ഈ ബ്രേക്കപ്പ് ആയിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യം ആണെങ്കിൽ പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? അതിനുള്ള ഒരു സൊല്യൂഷൻ. ഇപ്പൊ നിനക്ക് ബ്രേക്കപ്പ് കിട്ടിയപ്പോ നീ എന്താണ് ചെയ്തത്? കരഞ്ഞിട്ടൊന്നുമില്ല, ബ്രേക്കപ്പ് ആവുന്ന അറിയാറുണ്ട്, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്നുള്ളതാണ് എന്റെ ഒരു തോട്ട്. വിഷമം വന്നാൽ കരഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ? ഓരോരുത്തർക്കും ഡിഫറെന്റ് അല്ലേ? അല്ല, അത് ഓരോരുത്തരുടെ മനസ്സിന് ഇതനുസരിച്ചിരിക്കും. പക്ഷെ കുറച്ചും കൂടി നമ്മുടെ വിഷമം മാറണമെന്നുണ്ടെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ഇതാക്കാനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കരഞ്ഞു മടുത്ത ഒരാളാണെങ്കിലോ കരഞ്ഞു അടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തെ സൊല്യൂഷൻ നോക്കണം. അതിന്റെ അപ്പുറത്ത് അതോട്ടോമാറ്റിക്കലി നമ്മൾ അവസാനം ചിരിക്കൂലടാ. അത് ശരിയാ, പിന്നെ ആലോചിക്കുമ്പോ ചിരി വരും. ഇപ്പൊ നമുക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ പോകുമ്പോ കുറച്ചും കൂടി നമുക്കൊരു അതിൽ നിന്ന് ഒരു ഹാപ്പിനെസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിനക്ക് തോന്നിയിട്ടുണ്ടോ? സോറി ഇവനെ ഒഴിവാക്കി. അതിന് ബ്രേക്കപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് നിനക്ക് അവൾക്ക് ബ്രേക്കപ്പ് കിട്ടിയില്ല. അല്ല, എനിക്ക് ഇവരെന്തിനാ വിളിച്ചേ? ശരിക്കും ഇവരെ നമുക്ക് ഒഴിവാക്കി നമുക്ക് അവന് ഇതുവരെ ബ്രേക്കപ്പ് കിട്ടിയിട്ടില്ല, അവൻ കൊടുത്തിട്ടുള്ളൂ. അല്ല, അപ്പോഴത്തെ നിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? LKG UKG കിട്ടിയ അതൊന്നും വേണ്ട. ബോധമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അതിപ്പോഴും ഇല്ലല്ലോ. അങ്ങനെ എടാ, അങ്ങനെയല്ല. എന്തായാലും ഒരു 5ാം ക്ലാസ്സിന് ശേഷം ആയിരിക്കല്ലോ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ കുറച്ചൊക്കെ ബോധമുണ്ടെന്ന് പറയാം. അപ്പോഴത്തെ നിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു പറയണ? അപ്പൊ എനിക്ക് ലവിനോട് അങ്ങനെ വലിയ ഇതുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ പ്രേമിച്ച നീ? ഇല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്കൊരു അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ഇത് ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ എന്ന് വെച്ചാൽ പെൺകുട്ടി വന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടാന്ന് പറയുമ്പോ നമുക്ക് ഒരു മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ. എന്നാൽ അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്?
ഒരുപാടുണ്ടല്ലോ എന്റെ സ്കിൻ എന്റെ ഫേസ് ആൻഡ് ബാധ്യ. അപ്പൊ നമ്മ അങ്ങനെയൊക്കെ ഇങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ നടന്ന് പിന്നെ എന്താ പറയാ പിന്നെ ഒരിടയ്ക്ക് അവളൊന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. എന്ത് എനിക്ക് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞു ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. 5ാം ക്ലാസ്സിൽ പറഞ്ഞു 10ാം ക്ലാസ്സിൽ ഇപ്പൊ കഴിഞ്ഞു. ബ്രേക്കപ്പിനെ എങ്ങനെ ഓവർകം ചെയ്യാം? അപ്പൊ ഇത് ഇടരുത്. ഓക്കെ, ഓവർകം ചെയ്തുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ബിസി ആവാ അത്ര തന്നെ. നീ എങ്ങനെ ബിസി ആയി എന്നുള്ളത് പറ. ഏതൊക്കെ രീതിയിൽ നീ ബിസി ആവാൻ ശ്രമിച്ചു? ഒറ്റയ്ക്ക് ഇരിക്കരുത്. അപ്പൊ ഇങ്ങനെ കുറെ തോട്ടുകൾ വരും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ. പക്ഷെ ആ ഒരു ടൈമിൽ ചിലപ്പോ തോന്നിയെന്ന് വരില്ലടാ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ പോലും ചിലപ്പോ അതിനോടൊരു ഫീൽ ഉണ്ടാവില്ല ചെയ്യാനായിട്ടൊരു. ചിലപ്പോ നമുക്ക് ചെയ്യാം ഇതിനൊരു മടുപ്പായിരിക്കും കുറെ നാളത്തേക്ക്. പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ റെഡി ആവും. പിന്നെ ഇങ്ങനെ ജില്ലയിൽ നടന്ന് ലാസ്റ്റ് ഹൈപ്പർ ആക്റ്റീവ് ആവും. ജില്ലായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് എല്ലാവർക്കും അത് ജന്മണ്ടെങ്കിൽ ചെയ്യരുത്. അല്ലടാ, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാന്ന് വെക്കാം. അപ്പൊ ഒരു ഫ്രണ്ടിനോട് പറയുമ്പോ നമുക്കൊരു ഇല്ല പറയരുത്. നിനക്ക് അങ്ങനെയല്ലേ ഒരു സങ്കടം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് എനിക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പേർക്ക് അതൊരു ഇതാണ്. എന്റെ രീതി ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജിമ്മിലൊക്കെ പോയിരുന്ന ടൈമില് എനിക്ക് കുറച്ചും കൂടി ജിമ്മിൽ പോകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മൈൻഡ് ആ ഒരു ഇതിലാവും. പിന്നെ നമ്മൾ ജിമ്മിൽ പോയി കാരണം ബ്രേക്കപ്പ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഫുഡ് എന്ന് പറയുന്ന സാധനം കഴിക്കല് കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. പിന്നെ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശപ്പ് എന്ന് പറയുന്ന സാധനം വന്നു തുടങ്ങും. പിന്നെ ആ ടൈമിൽ വേണമെങ്കിൽ ക്ഷീണിക്കും. ചിലവര് ക്ഷീണിക്കും. ഡിപ്രഷൻ ആണെങ്കിൽ ചിലവര് ക്ഷീണിക്കും, ചിലവര് വണ്ണം വെക്കും. അങ്ങനെയാണ് ഫുഡ് കഴിക്കണം. ചിലവർക്ക് വണ്ണം കൂടും. അങ്ങനെയാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പൊ ചിലവര് വണ്ണം കുറഞ്ഞിരിക്കും. അപ്പൊ നമ്മ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ഒക്കെ ചെയ്ത് ബോഡിയിൽ ചേഞ്ചസ് വന്നു തുടങ്ങുമ്പോൾ നമ്മ പിന്നെ ഫുള്ള് മൈൻഡ് അതിലേക്ക് ഫോക്കസ്ഡ് ആവുന്നതാണ് എൻ്റെ ഒരു ഇത്. ആണോ? പിന്നെ ഉറക്കം കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ഷീണം അതിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. രാത്രി പോയിട്ട് പട്ടി പണിയെടുത്ത് തിരിച്ചു വന്ന് കടന്നു സുഖം. അത് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. എക്സിന് മറക്കാൻ വഴിയുണ്ടോന്ന് വെച്ചാൽ ഇല്ല തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം മറക്കൊന്നുമില്ല. എന്തിട്ടിനെ മറക്കണേ? അത് നല്ല കാര്യമല്ലടാ. മറക്കണ്ടല്ല ഉള്ളത്. ആ ഒരു മെമ്മറി ഇരിക്കുന്ന കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ബാഡ് ഉണ്ടെങ്കിലും കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് ബാഡ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ തോന്നുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോ ബാഡ് ഒന്നും ആയിരിക്കില്ല അത്. അതെ, എനിക്കിപ്പോ ഫീൽ ചെയ്യാനുള്ള പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇതും തോന്നും. ഏതാണ് ആ പൊസിഷൻ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്റെ വായന്ന് കിട്ടാൻ ഫുൾ സ്റ്റോപ്പ് കൂടെ പെട്ടെന്ന് അല്ല, ഒരു പൊസിഷനിൽ എത്തിയാലെന്ന് പറഞ്ഞു. ഏത് പൊസിഷൻ? നമ്മ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ലൈഫ് നമ്മ ഒരു റിലാക്സ്, നമ്മ ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊക്കെ ഒരു ഇതുണ്ടാവും. മെന്റലി സ്റ്റേബിൾ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, അവന് ഉദ്ദേശിച്ചത് ഇപ്പൊ നിനക്ക് ഒരു ഗോൾ ഉണ്ടാവൂലോ. നീ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടായി നീ വർക്ക് ചെയ്യണേ അല്ലെ. ഇപ്പൊ നീ പഠിക്കാൻ പോവാണ്. നിനക്ക് അതില് നല്ലൊരു ലെവലിൽ എത്തണം എന്ന് നിനക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇവന് ആഗ്രഹമില്ല. അങ്ങനെ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും. അപ്പൊ അതിലേക്ക് എത്തിക്കഴിയുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഴയതൊക്കെ ഒരു കോമഡി രീതിയിലേക്ക് തോന്നും എന്നാണ് നീ ഉദ്ദേശിച്ചത്. കോമഡി എന്നല്ല, അതൊരു നല്ലൊരു മെമ്മറി. ആ കത്തല് നിക്കുന്നു. അല്ല, ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഇത് എന്നുള്ള രീതിയിലേക്ക് എത്തും. എന്തിനാണ് അങ്ങനെ, എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ള ഓക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ആത്മാർത്ഥത കാണിക്കാൻ നിൽക്കരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലേ? ആത്മാർത്ഥതല്ല, എല്ലാം കൊടുത്ത് നിൽക്കരുത്. അതല്ലേ ആത്മാർത്ഥത എന്ന് പറയുന്നത്. കൂടുതൽ ഇത് ചെയ്യരുത്. കൊടുക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മ ഒരു ആത്മാർത്ഥത മാത്രല്ലല്ലോ, വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. വേറെന്താ? അതിപ്പോ ഇങ്ങനെ പറയാം, ആത്മാർത്ഥത, സത്യസന്ധത, അതല്ലേ ഇതൊക്കെ കുറെ ഉണ്ടല്ലോ. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം കൊടുത്ത് നിൽക്കരുത് ഒരിക്കലും. ട്രസ്റ്റ് ചെയ്യരുത് ആവശ്യത്തിന്. ബ്രേക്കപ്പ് കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഒരാഴ്ചത്തേക്കല്ല, എന്തായാലും നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു 28 ദിവസം ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് പറയണത്. അപ്പൊ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഒറ്റയ്ക്ക് ഇരിക്കാണ് നോക്കാം.
അത് നമുക്ക് പറഞ്ഞു ജയിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. സ്റ്റേറ്റിലിരിക്കുന്ന ആളുടെ അടുത്ത് അവരെന്ന് പറയാ. അല്ല, ഡിപ്രഷൻ ആവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറഞ്ഞു ഇതാക്കാൻ പറ്റുന്ന കാര്യമില്ല. ഡിപ്രഷൻ ആവരുത്. ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ഓട്ടോമാറ്റിക്കലി വരണതാണ്. പക്ഷെ അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് വരണതല്ല ഡിപ്രഷൻ. ഒരു 6 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷമം കാര്യങ്ങളൊന്നും മാറണില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരാഴ്ച നിങ്ങൾ ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ അല്ല. അതെ, പറയാം ആരോടെങ്കിലും പറഞ്ഞിട്ട് കാര്യമാണ്. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓവർകം ചെയ്യാൻ നമുക്കൊരു സ്ട്രെസ് റിലീഫ് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും എന്നുള്ള ഒരാളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒരാളാണെങ്കിൽ വരും, കിട്ടും. അതെ, അല്ലടാ ഇന്നുള്ളതാണല്ലോ. അതെ. അപ്പോ സംഭവിക്കാനുള്ളത് സംഭവിക്കും. വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോ അതെ മൂന്നുള്ളതൊക്കെ പഴയ വീടായി. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, നീ അതാ പറഞ്ഞേ, നീ മോണല്ലേ പറഞ്ഞേ, ജസ്റ്റ് സത്യമായിട്ട്. അതെ, അതൊക്കെ പഠിച്ചു തന്നെ സാധനങ്ങളാ അല്ലേ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു ടൈമില്. അത് പയ്യെ ഓക്കെ ആവും. അതെ, പിന്നെ അത് ഇവനെ ഉള്ളവരാണെങ്കിൽ ചില്ല ചെയ്തിട്ട് കാര്യം. ഞാൻ എപ്പോഴും ഡൗൺ ആയി കണ്ടിട്ടുണ്ട്. ഫുൾ പാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് ഞാൻ എപ്പോഴും ഡൗൺ ആയിട്ടുണ്ട്. 1.5 വർഷം തമ്മില് ഇത് ചെയ്തിട്ട് 1.5 വർഷം. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ പോയിരുന്നു. പക്ഷെ പാസ്റ്റ് 1.5 വർഷമായിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതെന്താ ചിൽമാടി നമ്മളാ ഒരു സിറ്റുവേഷൻ ആയിട്ട് നമ്മള് അതന്നെയാണ് ഞാൻ പറഞ്ഞേ. അതൊക്കെ ആ ഒരു സെറ്റാവും. പയ്യെ എല്ലാം സെറ്റാവും. അതെ, മനുഷ്യന്മാരുടെ കാര്യമില്ലേ, എപ്പോഴാ എന്താ എങ്ങനാ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതെ, ഹാപ്പി സൺഡേ. ഓ, പരിചയപ്പെടുത്തിയല്ലേ? അല്ല, നേരത്തെ നിന്നെ പരിചയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വരെ എത്തിയത്. എൻ്റെ പേര് ആൽബിൻ. ഞാൻ BPES പഠിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റുഡൻ്റ് ആണ്, 3rd ഇയർ. നീ എന്റെ ഫ്രണ്ടാണ്. ചൈൽഡ്ഹുഡ്. എന്റെ എൻ്റെ പേര് ആദിത്യൻ. ഞാൻ BCA സ്റ്റുഡൻ്റ് ആണ്. BCA കഴിഞ്ഞ് ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും. നമ്മുടെ ഇൻസ്റ്റയിലെ റീൽസ് ഒക്കെ നിങ്ങൾ കാണാണെന്നുണ്ടെങ്കിൽ റീൽസിന്റെ ബിഹൈൻഡ് ഹാൻഡ്, ക്യാമറയ്ക്ക് പിന്നെയുള്ള കൈകള് വേണ്ടി. അതെ, വലം കൈ. എന്റെ ലൈവ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. ലൈവ് എന്റെ ലൈവ് കാണുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും. കാരണം ലൈവിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇവളെ അറിയാലോ, എന്റെ കസിൻ. ഞാൻ ഇവളാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻട്രോ പറയാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മുടെ എന്നിട്ടാണ് യൂട്യൂബിലേക്കുള്ള കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. മറ്റുള്ളവരുടെ കണ്ടന്റ് കണ്ടിട്ട് കോപ്പി അടിച്ചിട്ട് ഡിഗ്രിക്ക് പഠിക്കാണ് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അല്ല, ഒരേ കോളേജിലാണ് ഒരുമിച്ച്. ഒരേ കോളേജിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും കുറച്ചെങ്കിലും ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ? പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യട്ടെ, ഹാപ്പിനെസ് അല്ല, അവര് എന്തൊക്കെയോ കടന്ന് കാണിക്കല്. അല്ല, നിങ്ങൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് കണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ആ ഒരു ഇത് മാറാൻ പറ്റിയുണ്ടായിരിക്കില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങള്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്യുക. അതേപോലെ നമുക്ക് എന്തെങ്കിലും ടോപ്പിക് ഇതേപോലെ ചർച്ച ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാസത്തിലൊരിക്കൽ വീട്ടിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അന്നൊക്കെ എടുത്തോളൂ. ആഴ്ചയിലുണ്ടാവും, വഴിയില്ല. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ട്. കോളേജിൽ പോയി നമ്മൾ വീഡിയോ എടുക്കുന്നത്. അല്ല, അപ്പൊ നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ നിങ്ങൾ കണ്ടന്റ് ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് അറിയാൻ ആവശ്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതേപോലത്തെ വീഡിയോസ് ചെയ്യാം. ഈ ഒരു വീഡിയോ
അതിപ്പോ ഈ വീഡിയോ എന്നല്ല എല്ലാ തര കണ്ടന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. വേണമെങ്കിലും ചെയ്യുകയാണെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടിങ് ടിങ് അടിക്കുക. അല്ല ഇവനെന്താ വീണ്ടാണ്ടിരിക്കുന്നത്? പറയടാ, സബ്സ്ക്രൈബ് ചെയ്യാ പറ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. ഫിനിഷ്.